ലോകമാധ്യമങ്ങളിലൂടെ ന്യൂയോർക്ക് സിറ്റിയിൽ അമേരിക്കൻ ഭരണകൂടം ഇറാന് നേരെ ഇസ്രായേലുമായി കൈകോർത്ത് നടത്തുന്ന നിഷ്ഠൂരമായ സൈനിക ആക്രമണത്തിനെതിരെ ന്യൂയോർക്ക് സിറ്റിയിൽ നടന്ന നൂറുകണക്കിന് മനുഷ്യരണിനിരന്ന യുദ്ധവിരുദ്ധ റാലി ഇതിനോടകം ലോകമെമ്പാടുമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു. അമേരിക്കയിൽ ഉൾപ്പെടെ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും ജനാധിപത്യവാദികളായ മനുഷ്യർ, സമാധാന പ്രേമികളായ മനുഷ്യർ യുദ്ധത്തിനെതിരെ സമാധാനത്തിൻ്റെ സന്ദേശവുമായി, ഇറാന് ഐക്യദാർഢ്യവുമായി ഇത്തരത്തിലുള്ള റാലികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇറാനിൽ ഇസ്രായേലും അമേരിക്കയും നടത്തുന്ന കടന്നുകയറ്റത്തിന് കൊച്ചിയിൽ പ്രകടനം നടത്തിയിട്ട് എന്ത് കാര്യം എന്ന് ചോദിക്കുന്നവരുണ്ടാവും. ഇത്തരത്തിലുള്ള വിദണ്ഡവാദങ്ങൾക്ക് ചരിത്രത്തിൽ ഒരുപാട് ആവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ബ്രിട്ടനെതിരെ കൊച്ചിയിലും കോഴിക്കോട്ടുമൊക്കെ സമരം ചെയ്താൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമോ എന്ന് ചോദിച്ചവരുടെ പിന്മുറക്കാരാണ്. പക്ഷെ നമുക്കിന്ന് സ്വാതന്ത്ര്യം കിട്ടി. അത് രാജ്യത്തെമ്പാടും നടന്ന ചെറുതും വലുതുമായ സമരങ്ങളുടെ ഭാഗമായാണ് എന്ന് നമുക്കിന്നറിയാം. ലോകത്തിൽ തന്നെ ഏറ്റവും ഉയർന്ന പുരോഗമനോന്മുഖമായ രാഷ്ട്രീയ സാക്ഷരത ഉയർത്തിപ്പിടിക്കുന്ന ഒരു നാടാണ് നമ്മുടെ നാട്. ഇതിനു മുൻപും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും കടുത്ത അനീതി നടന്ന ഘട്ടങ്ങളിൽ അതിനെതിരെ മനുഷ്യപക്ഷത്ത് നിന്നുകൊണ്ടുള്ള പ്രതിഷേധങ്ങൾ നമ്മുടെ നാട്ടിൽ ഉയർന്നു വന്നിട്ടുണ്ട്. നെൽസൺ മണ്ടേലയെ ജയിൽ വിമോചിതനാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രകടനങ്ങൾ ഒരു കാലത്ത് കേരളത്തിൻ്റെ മുക്കിലും മൂലയിലും നടന്നിട്ടുള്ളതാണ്. വിയറ്റ്നാമിലെ അമേരിക്കൻ അധിനിവേശത്തിനെതിരായ സമരം ലോകത്തിലെ കലാലയങ്ങൾ ഏറ്റുവാങ്ങിയപ്പോൾ അതിൻ്റെ മുന്നിൽ കേരളത്തിലെ കലാലയങ്ങൾ നിന്നു എന്നത് ചരിത്ര സംഭവമാണ്. ലോകത്തിലെവിടെയും മനുഷ്യസ്നേഹത്തിൻ്റെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്നവർക്ക് അനീതികളോട് സന്ധി ചെയ്യാനാവില്ല എന്നതാണ് വസ്തുത. അമേരിക്കയുടെ വിയറ്റ്നാം അധിനിവേശത്തിനെതിരെ ലോകമെമ്പാടുമുള്ള ക്യാമ്പസുകളിൽ പ്രതിഷേധം ഉയർന്നു വന്ന ഘട്ടത്തിൽ അതിൻ്റെ മുന്നിൽ നിന്നത് അമേരിക്കൻ ക്യാമ്പസുകളാണ് എന്ന ചരിത്രത്തിലെ പ്രത്യേകതയുണ്ട്. സ്വന്തം രാജ്യം അനീതി കാണിച്ചാൽ അതിനെ ഞങ്ങൾ ചോദ്യം ചെയ്യും എന്ന നിലപാടാണ് അമേരിക്കയിലെ ജനങ്ങൾ, അമേരിക്കയിലെ വിദ്യാർത്ഥികൾ അന്ന് സ്വീകരിച്ചത്. ആ സമരത്തിൻ്റെ ഒരു ഘട്ടത്തിലാണ് ഓഹിയോവിലെ കെന്റ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ അമേരിക്കൻ വിരുദ്ധ പ്രകടനം നയിച്ച വിദ്യാർത്ഥികൾക്ക് നേരെ അമേരിക്കൻ സൈന്യത്തിന് വെടിവെക്കേണ്ടതായി വന്നത്. ആ വെടിവയ്പിൽ 3 വിദ്യാർത്ഥി നേതാക്കൾ അന്ന് രക്തസാക്ഷിത്വം വരിച്ചു. ഒരുപക്ഷെ ലോകമെമ്പാടും ആർത്തിരമ്പിയ അമേരിക്കൻ വിരുദ്ധ പ്രതിഷേധ കൊടുങ്കാറ്റിന് കരുത്തു പകർന്ന രക്തസാക്ഷിത്വമായിരുന്നു അന്നത്തെ രക്തസാക്ഷിത്വം. സ്വന്തം രാഷ്ട്രത്തിന്റെ നെറുകേടിനെതിരെ മറ്റൊരു സ്വതന്ത്ര പരമാധികാര രാജ്യത്തെ ജനങ്ങളുടെ ജീവിക്കാനുള്ള അവകാശങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾ, ആ പ്രതിഷേധത്തിന്റെ ഭാഗമായി രക്തസാക്ഷിത്വം വരിച്ചവർ, ഇങ്ങനെയൊക്കെയാണ് ലോകത്തിന്റെ ചരിത്രം. ആ മഹത്തായ ചരിത്രം മനുഷ്യരാശിയെ വഴികാട്ടുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഇറാനു നേരെ ഇസ്രായേലും അമേരിക്കയും നടത്തുന്ന നീതീകരിക്കാനാവാത്ത മനുഷ്യക്കുരുതിക്കെതിരെ, അധിനിവേശത്തിനെതിരെ, ഏകപക്ഷീയമായ സൈനിക ആക്രമണത്തിനെതിരെ ലോകമെമ്പാടും പ്രതിഷേധങ്ങൾ ഉയർന്നു വരുന്നത്. ആ പ്രതിഷേധത്തിന്റെ ഭാഗമാണ് ഈ കൊച്ചിയിലെ പ്രതിഷേധം. ഇവിടെ അമേരിക്കൻ സാമ്രാജ്യത്വത്തിനെതിരെ, ഇസ്രായേലിനെതിരെ മുദ്രാവാക്യം മുടക്കുന്ന യുവജനങ്ങൾ, മഹിളകൾ, തൊഴിലാളികൾ എല്ലാവരും അമേരിക്കയിലും ലോകമെമ്പാടും ഇന്ന് നടക്കുന്ന ഉയർന്നു വരുന്ന സമാധാന പ്രസ്ഥാനത്തിന്റെ ഭാഗമാണ്. ഇവിടെ ഈ ഘട്ടത്തിൽ യുദ്ധത്തിനെതിരെ ഉയർന്നു വരുന്ന വികാരത്തെ, സമാധാനത്തിനു വേണ്ടിയുള്ള മുദ്രാവാക്യത്തെ ദുർബലപ്പെടുത്തും വിധമുള്ള തീർത്തും അരാഷ്ട്രീയമായ പ്രചരണങ്ങളുണ്ട്. അതിന് നവമാധ്യമങ്ങളെ ഉപയോഗിക്കുന്നവരുണ്ട്. അതിനെല്ലാറ്റിനും ഒന്നും മറുപടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പോൾ ഇറാന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് പാണക്കാട്ടെ ഒരു തങ്ങൾ ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചാൽ ആ പ്രസ്താവനയുടെ താഴെ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയും അമേരിക്കൻ വിരുദ്ധ നിലപാട് അതേ വിഷയത്തിൽ സ്വീകരിക്കുന്ന ഇടതുപക്ഷത്തിനെതിരെ തെറിയഭിഷേകം നടത്തുകയും ചെയ്യുന്ന ലീഗിന്റെ പ്രവർത്തകർക്ക് മറുപടിയില്ല. അതേ നിലപാട് സ്വീകരിക്കുന്ന കോൺഗ്രസുകാർക്കും മറുപടിയില്ല.